ചായയും കാപ്പിയും പരമാവധി ഒഴിവാക്കണമെന്ന ICMR നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇവ രണ്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇന്ത്യക്കാർക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്കാർക്കെന്നല്ല, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരുടെ അവസ്ഥ ഇതുതന്നെയാണ്. എങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ പോലും ഒരു ചായ കുടിച്ചേക്കാം എന്ന ചിന്ത കൂടുതൽ ഉണ്ടാകുന്നത് ഇന്ത്യക്കാർക്ക് തന്നെ. ചായയും കാപ്പിയും ദിവസത്തിൽ 3-4 തവണയൊക്കെ ശീലമാക്കിയിട്ടുള്ള ഇന്ത്യക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഭക്ഷണത്തിന് തൊട്ടു മുൻപോ അത് കഴിഞ്ഞ ഉടനെയോ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ചായയിലും കാപ്പിയിലും കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, ഇവയോടുള്ള ആസക്തി വർദ്ധിപ്പിച്ച് അതില്ലാതെ വയ്യുന്ന അവസ്ഥയിലേക്ക് ആക്കുമെന്നും ICMR ഗവേഷകർ പറയുന്നു. എന്നാൽ ചായയും കാപ്പിയും പാടെ ഒഴിവാക്കണമെന്നൊന്നുമല്ല ICMR പറയുന്നത്. പകരം ഇവ മിതമായി ഉപയോഗിക്കണമെന്നാണ്. ഒരു കപ്പ് കാപ്പിയിൽ 80 മുതൽ 120 മില്ലിഗ്രാം വരെ കഫീനുണ്ട്. ഇൻസ്റ്റന്റ് കാപ്പിയിൽ 50 മുതൽ 65 മില്ലിഗ്രാമായും ചായയിൽ 30 മുതൽ 65 മില്ലിഗ്രാമുമാണുള്ളത്. ദിവസവും 300 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ കൂടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കാപ്പിയുടെയും ചായയുടെയും ഉപഭോഗം പരിമിതപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ പറയുന്നു. മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും കഴിഞ്ഞ ശേഷവും ചായയും കാപ്പിയും ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം ശരീരത്തിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണിത്. അതായത് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഇരുമ്പിന്റെ അളവിനെ ആഗിരണം ചെയ്യുന്നത് തടയാൻ ടാനിന് കഴിയും. ഇത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവിനെ കുറയ്ക്കും. ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാനും അനീമിയ പോലുള്ള അവസ്ഥകൾക്കും കാരണമാകും. എന്തായാലും ചായയുടെ അല്ലെങ്കിൽ കാപ്പിയുടെ ഉപയോഗം കുറച്ചേക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും അത് നല്ലത് തന്നെ. ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചായയുടെ പുതിയ രൂപഭേദമായ ടീ ബാഗുകളിലേക്ക് കടക്കാം. പലപ്പോഴും ഓഫീസുകളിലും മറ്റും ടീ ബാഗുകളോട് കൂടിയാണ് ചായ കിട്ടുക. നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചായ റെഡിയാകാനും ഇതുമൂലം കഴിയും. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആർക്കും ചായ തിളപ്പിച്ച് ഒരുപാട് നേരം നിൽക്കുവാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ടീ ബാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ടീ ബാഗുകളുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയുവാൻ എപ്പോഴെങ്കിലും ഒരു ആകാംക്ഷ തോന്നിയിട്ടുണ്ടാവില്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നുവെന്നതാണ് ഈ ടീ ബാഗുകളുടെ പ്രത്യേകത. അതിരാവിലെ ഒരു ചായ കുടിക്കാതെ ഒരു ദിവസം ശരിയാവില്ലെന്ന് കരുതുന്നവരാണ് കൂടുതൽ ആളുകളും. ഒരു ടീ ബാഗ് ചൂടുവെള്ളത്തിലിട്ട് എത്രയും പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ ഇങ്ങനൊരു ഉപയോഗം ഇതിനുണ്ടാകുമെന്ന് ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ അവകാശി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് സത്യം. നിർമ്മിച്ച ആൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം അറിയുമായിരുന്നില്ല. അദ്ദേഹം തന്റെ തേയില മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ വേണ്ടി അയച്ചു കൊടുക്കാനാണ് ആദ്യമായി ബാഗ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അമേരിക്കൻ ചായ ഇറക്കുമതിക്കാരനായ തോമസ് സള്ളിവൻ തന്റെ തേയില കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പല ആളുകൾക്കും തേയിലയുടെ ചില സാമ്പിളുകൾ അയച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെ സാമ്പിളുകൾ അയച്ചു കൊടുക്കുവാൻ വേണ്ടി തേയില ചെറിയ പാക്കറ്റുകളിലാക്കി. പ്ലാസ്റ്റിക് പാക്കറ്റുകളൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പട്ടുകൊണ്ടുണ്ടാക്കിയ ചെറിയ പാക്കറ്റുകളിലായിരുന്നു തേയില അദ്ദേഹം അയച്ചു കൊടുത്തിരുന്നത്. ഈ തേയില കൂടുതൽ ആളുകൾക്ക് ഇടയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അവരിൽ സമയമില്ലാത്ത ആളുകൾ ഈ പാക്കറ്റിലെ തേയില അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചു നോക്കി. അതോടെ ഇത്തരത്തിലുള്ള ടീ ബാഗുകൾ പ്രചാരത്തിൽ വരികയായിരുന്നു എന്നതാണ് സത്യം. പിന്നീടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സാധ്യത കൂടി ഇതിലുണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് അദ്ദേഹം ടീ ബാഗ് എന്ന ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്. വലിയ തോതിൽ തന്നെ പിന്നീട് അത് പ്രചാരം നേടുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം പോലും ചിന്തിക്കാത്ത ഒരു രീതിയിലേക്ക് ടീ ബാഗ് പിൽക്കാലത്ത് എത്തുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ലോകത്തിൽ ചായ കുടിക്കുന്നവരുടെ കണക്കെടുത്താൽ അതിൽ പകുതിയിലധികം ആളുകളും ടീ ബാഗ് ഉപയോഗിച്ച് ചായ കുടിക്കുന്നവരായിരിക്കും. ലോകമെമ്പാടും നിരവധി തരം ചായകൾ ഇന്ന് ലഭ്യമാണ്. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ലെമൺ ടീ, ജിഞ്ചർ ടീ, കാർഡമം ടീ, ഓറഞ്ച് ടീ തുടങ്ങിയവ. എന്തായാലും ഒരു കപ്പ് ചായ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്നു. പക്ഷേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന കാര്യം കൂടി ചായ കൂടി കൂടാൻ സാധ്യതയുള്ള ഈ മഴക്കാലത്ത് ഓർത്തിരുന്നാൽ നന്നായിരിക്കും.